റെസ്റ്റിൽ ഇരിക്കുന്ന ചാർജ് പാർട്ടിക്കിളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാനും അത് കാരണത്താൽ അതിനെ ചലിപ്പിക്കാനും ഇലക്ട്രിക് ഫീൽഡിന് സാധിക്കുന്നു. ഇതുപോലെ റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു ചാർജിനെ ഇത്തരത്തിൽ ചലിപ്പിക്കാൻ മാഗ്നറ്റിക് ഫീൽഡിന് സാധിക്കില്ല. എന്നാൽ ഒരു നിശ്ചിത വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്ന ചാർജ് പാർട്ടിക്കിളിൽ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ഫോഴ്സ് പ്രയോഗിക്കാൻ സാധിക്കും. ഈ ഫോഴ്സിനെയാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്ന ചാർജ് പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ നമ്മൾ കാണുന്നത്. എന്നാൽ ഒരു നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളാണ് ഇതുപോലെ മാഗ്നറ്റിക് ഫീൽഡിൽ സഞ്ചരിക്കുന്നതെങ്കിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ഫോഴ്സിന്റെ ഡയറക്ഷനെ ഓപ്പോസിറ്റ് വരുന്ന ഡയറക്ഷനാണ് ആക്ച്വൽ ഫോഴ്സിന്റെ ഡയറക്ഷനായി എടുക്കേണ്ടത്. ഇലക്ട്രോണിന്റെ ഒഴുക്ക് കൺവെൻഷണൽ കറന്റിന്റെ ദിശയ്ക്ക് ഓപ്പോസിറ്റ് ആയതിനാലാണ് ഇത്തരത്തിൽ ചെയ്യേണ്ടി വരുന്നത്. ഈ ഇക്വേഷൻ പ്രകാരം ചാർജ് പാർട്ടിക്കിൾ പാരലൽ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നതെങ്കിൽ, അതായത് ആംഗിൾ 0 ഡിഗ്രി ആണെങ്കിൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് 0 ആയിരിക്കും. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ചാർജ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ, അതായത് ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഫോഴ്സ് മാക്സിമം ആയിരിക്കും. വെക്ടേഴ്സിന്റെ ഒരു പ്രോപ്പർട്ടി അനുസരിച്ച് രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് കാണുമ്പോൾ കിട്ടുന്ന റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ ക്രോസ് ചെയ്യപ്പെടുന്ന വെക്ടേഴ്സിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഇവിടെ വെലോസിറ്റി വെക്ടറിനെയും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിനെയും ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടന്റ് വെക്ടറായ ഫോഴ്സിന്റെ ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിനും വെലോസിറ്റി വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. വർക്ക് എനർജി തിയറം അനുസരിച്ച് ഒരു മോഷന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ പാർട്ടിക്കിളിൽ ചെയ്യുന്ന വർക്ക് 0 ആയിരിക്കും. അതിനാൽ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജിയും അതുപോലെ സ്പീഡും കോൺസ്റ്റന്റ് ആയിരിക്കും. ആയതിനാൽ ഇവിടെ ലോറൻസ് ഫോഴ്സ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനെ മാറ്റം വരുത്താതെ അതിന്റെ ഡയറക്ഷൻ മാത്രം ചേഞ്ച് ചെയ്യുന്നതിലൂടെ പാർട്ടിക്കിളിനെ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യാനുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. 0 ഡിഗ്രിയും 90 ഡിഗ്രിയും അല്ലാത്ത ഒരു ആംഗിളിലാണ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നതെങ്കിൽ വെലോസിറ്റി വെക്ടറിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് മാഗ്നറ്റിക് ഫീൽഡിനെ പെർപെൻഡിക്കുലർ ആയി വരുന്നതിനാൽ ഇവിടെ ലോറൻസ് ഫോഴ്സ് ആക്ട് ചെയ്യുകയും ചാർജിന് സർക്കുലർ പാത്തിലൂടെ സഞ്ചരിക്കാനുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് ലഭ്യമാവുകയും ചെയ്യുന്നു. എന്നാൽ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് കാരണത്താലുള്ള ലോറൻസ് ഫോഴ്സ് 0 ആണെങ്കിലും ആ കമ്പോണന്റ് കാരണം ചാർജ് പാർട്ടിക്കിളിനെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്ക് ഒരു മൂവ്മെന്റ് ലഭിക്കുന്നു. അതായത് ഈ രണ്ട് കമ്പോണന്റിന്റെയും എഫക്റ്റ് കൊണ്ട് ചാർജ് ഒരു ഹെലിക്കൽ പാത്തിൽ സഞ്ചരിക്കുന്നു.